അനന്തൻകാട് എന്ന് പറയുമ്പോൾ ഒരു സസ്പെൻസ് അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒറ്റതിൽ പറയുകയാണെങ്കിൽ ടിയാന് ശേഷം മുരളിച്ചേട്ടനും കൃഷ്ണകുമാരനും ഒന്നിക്കുന്ന ഒരു സിനിമ എന്നുള്ളതാണ് അതിലെ ആദ്യത്തെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്. വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയാണ്. പറയുമ്പോൾ ഒരു വലിയ പ്രൊജക്റ്റാണ്. വലിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമാവുക എന്ന് പറയുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണെന്ന് തോന്നി. അങ്ങനെ ഭയങ്കര ലാർജ് ക്യാൻവാസിൽ സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ ഡീൽ ചെയ്ത് അത് ഓർഡിനറി ആൾക്കാരുടെ ലൈഫിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ള ഇതിലൂടെയാണ് കഥ പോകുന്നത്. ഈ സോഫിയും സുജാതയും ഇറങ്ങിയപ്പോൾ ആ ഒരു ഇമേജ് ഉണ്ടായിരുന്നല്ലോ, അത് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. അതിങ്ങനെ എന്നേക്കാൾ ഉപരി അങ്ങനെ ഇപ്പോൾ കൃഷ്ണകുമാരേട്ടൻ ഇതിൽ തന്നെ ചൂസ് ചെയ്തപ്പോഴാണല്ലോ അത് ബ്രേക്ക് ആവുന്നത്. ഞാൻ എന്നും രാവിലെ അത് ബ്രേക്ക് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ അതങ്ങനെ ആവില്ല. ഇപ്പൊ ഈ ഒരു സിനിമ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ കാണാം എന്നുള്ള രീതിയിൽ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ എത്ര പേർപ്പസ്ഫുള്ളി വിചാരിച്ചാലും എനിക്കറിയില്ല അങ്ങനെ പറ്റുമെന്ന്. അത് സിനിമയിലൂടെയാണ് അത് ആളുകളിലേക്ക് ഇനിയും കണക്ട് ചെയ്യപ്പെടേണ്ടത്. ലോകയുടെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും പറയുന്നില്ല ഞാൻ. മൈ ലിപ്സ് ആർ സീൽഡ്. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലോകയുടെ ഷൂട്ട് നടക്കുക. അപ്പോ ആർക്കും ഒന്നും അങ്ങനെ ഇത് ഇത്രയും വലിയൊരു സംഭവമായിട്ട് വരുമെന്നുള്ളത് അത് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. ഹലോ എവരിവൺ, അനന്തൻകാടിന്റെ വിശേഷങ്ങളുമായി സിനിമയുടെ ടീം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഹലോ ഗൈസ്. ഹലോ. അനന്തൻകാട് എന്ന് പറയുമ്പോൾ ഒരു സസ്പെൻസ് അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും ലിമിറ്റ് ഉണ്ടാവുമല്ലോ. ആര് തുടങ്ങുന്നുള്ള കൺഫ്യൂഷനാണ്. അല്ല, അനന്തൻകാട് ഒറ്റതിൽ പറയുകയാണെങ്കിൽ ടിയാന് ശേഷം മുരളിച്ചേട്ടനും കൃഷ്ണകുമാരനും ഒന്നിക്കുന്ന ഒരു സിനിമ എന്നുള്ളതാണ് അതിലെ ആദ്യത്തെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ്. അതാണ് ഞാൻ ആ സിനിമയിൽ ജോയിൻ ചെയ്യാനുണ്ടായ ഒന്നാമത്തെ റീസൺ. കോള് വന്ന സമയത്ത് അപ്പൊ അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. പക്ഷെ എന്നോട് ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുരളിച്ചേട്ടനാണ് റൈറ്റർ. അത് ഞാൻ അവിടെ നരേഷന് പോയപ്പോഴാണ് കൃഷ്ണകുമാരേട്ടൻ പറയുന്നത് മുരളിച്ചേട്ടൻ്റെയാണ് സ്ക്രിപ്റ്റ്, ചേട്ടൻ ഇപ്പോൾ വരും നറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ഈ സിനിമ കേൾക്കുന്നത് മുരളിച്ചേട്ടനിൽ നിന്നാണ്. അപ്പോ വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് നറേഷൻ വിച്ച് ഐ ഹാഡ് സോ ഫാർ. ചേട്ടൻ ഭയങ്കര രസമാണ് കഥ പറയുന്നത് കേൾക്കാനായിട്ട്. പിന്നെ എപ്പോഴും നമ്മൾ മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റുകളിൽ ഇൻട്രസ്റ്റിംഗ് എലമെന്റ് ഡയലോഗ്സ് ഭയങ്കര ക്രിസ്പായിരിക്കും, ഷാർപ്പായിരിക്കും. അത് തന്നെയാണ് ഈ സിനിമയിലെയും ഒരു പാറ്റേൺ. അപ്പൊ ഞാൻ ആ കഥ കേട്ട് അപ്പൊ ഓൾറെഡി ലെഫ്റ്റ് തൊട്ട് ഞാൻ ചേട്ടൻ്റെ റൈറ്റിങ്ങിന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ആ ക്യാരക്ടർ ഇങ്ങോട്ട് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയായിരുന്നു ഞാൻ ആ സിനിമ അപ്രോച്ച് ചെയ്തത്, അനന്തൻകാടിനെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഷൂട്ടിലാണെങ്കിലും ഒരു ഡിഫറെന്റ് പ്രോസസ്സാണ് ചേട്ടനും കൃഷ്ണകുമാരേട്ടനും ഈ സിനിമയിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മോസ്റ്റ്ലി നമുക്ക് മച്ച് ബിഫോർ ആയിട്ട് ഡയലോഗ്സ് ഒന്നും തരില്ല. അവിടെ വരുമ്പോഴായിരിക്കും പ്ലാൻഡ് ആണ്, പക്ഷെ നമ്മള് അവിടെ വരുമ്പോഴാണ് ആ ഡയലോഗ്സ് തരെയും. അങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരുന്നു. സോ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ഫിലിം. അല്ല, നേരത്തെ തരാൻ കുറച്ചുകൂടെ പ്രിപ്പയർ ആയി പഠിച്ചൊക്കെ വരാലോ. എനിക്ക് അറിയില്ല, അങ്ങനെ പഠിച്ച് പറയുന്ന ഒരു രീതി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് തോന്നുന്നു അപ്രോച്ച് ചെയ്യാനായിട്ട്. എങ്ങനെയാണ് നമ്മൾ ഈ സിനിമയിലേക്ക് വരുന്നത്? ഞാനും ഇങ്ങനെയൊക്കെ തന്നെ. എൻ്റെ അടുത്ത് കൺട്രോളറുണ്ട്, പ്രണവ് മോഹൻ. പ്രണവേട്ടനാണ് വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ചെറിയ ക്യാരക്ടറാണ് പക്ഷെ ഇമ്പാക്റ്റ് ഉള്ള ക്യാരക്ടറായിരിക്കും, അപ്പൊ ചെയ്യുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറയുന്ന പോലെ മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് വളരെ റയറസ്റ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് ചെറുതാണെങ്കിലും ചെയ്യാം എന്ന് പറയുന്ന അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ചെയ്യണേ. പിന്നെ ഈ പറഞ്ഞ ടിയാന് ശേഷം അവർ രണ്ടുപേരും ജോയിൻ ചെയ്യുന്നു എന്ന് പറയുന്നു. വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയാണ്. പറയുമ്പോൾ ഒരു വലിയ പ്രൊജക്റ്റാണ്. വലിയ പ്രൊജക്റ്റിന്റെ ഭാഗമാവുക എന്ന് പറയുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണെന്ന് തോന്നി. അങ്ങനെ ക്യാരക്ടർ എങ്ങനെയാണ് നറേറ്റ് ചെയ്തത്? ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കുറച്ചേ അറിയുള്ളൂ, നമ്മുടെ പോർഷൻസ് മാത്രം. കാരണം ഇതൊരു വലിയ കഥയായതുകൊണ്ട് അവർക്കത് മുഴുവനായിട്ട് നമ്മളോട് നറേറ്റ് ചെയ്യാൻ. ഇപ്പൊ എനിക്ക് വളരെ ചെറിയ പോർഷനാണ്, എനിക്കൊന്ന് ശാന്തിക്ക് അങ്ങനെ ആയിരിക്കും. എല്ലാവർക്കും കുറച്ച് പോർഷൻസ് നമുക്കുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ അപ്പൊ അതിന്റെ ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ നരേഷനും എനിക്ക് മുരളി ഗോപിച്ചേട്ടൻ തന്നെയാണ് തന്നത്. അത് നല്ലതായിരുന്നു. ഓക്കെ, ശാന്തി ഒരു എഴുത്തുകാരിയും കൂടെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ കഥ നറേറ്റ് ചെയ്ത് തരുമ്പോൾ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? ഇതുപോലെ എനിക്കും ഫുൾ കഥയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയില്ല. പക്ഷേ നമുക്ക് ഈ ടീമിനോടൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ യൂഷ്വലി ഒരു ആക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് വരുന്ന ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇതിന്റെ ഭാഗം ആവണോ നമുക്ക് ഒന്ന് തീരുമാനിക്കുമ്പോൾ മാത്രമാണ്. പക്ഷേ ഒരു ഭയങ്കര ഒരു സ്ട്രോങ് ടീം ഈ സിനിമയിൽ പ്രവർത്തിക്കുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും. സോ വി വർ ഐ തിങ്ക് ഓക്കെ വിത്ത് ഹാവിങ് ഡിഫറെൻറ്റ് പീസസ് ഓഫ് ദ ജിഗ്സോ. അപ്പോൾ ക്യാരക്ടറിന്റെ കാര്യത്തിലാണെങ്കിലും രണ്ടുപേർക്കും, ഡയറക്ടറിനും റൈറ്ററിനും ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. മുരളിച്ചേട്ടനാണെങ്കിൽ എനിക്കൊരു പാരഗ്രാഫ് അയച്ചു തന്നു ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് ചേട്ടൻ കാണുന്നതെന്ന്. പിന്നെ കൃഷ്ണകുമാരേട്ടൻ പറഞ്ഞപ്പോൾ കൃഷ്ണകുമാരേട്ടൻ്റെ വിഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അങ്ങനെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ശരിക്കും സബ്മിറ്റിംഗ് ടു ദെയർ വിഷൻ. അങ്ങനെയായിരുന്നു ആ പ്രോസസ്സ്. പിന്നെ ഇതിൽ കുറേ നല്ല ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ടെക്നിക്കൽ ക്രൂവും ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ എല്ലാവരും കൂടെ എന്താ പറഞ്ഞാൽ പല ടൈംസിലും സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയ ക്യാൻവസിൽ ഒരുക്കിയ സിനിമയാണ്. അപ്പൊ അങ്ങനത്തെ സിനിമകൾ ആക്ച്വലി മലയാളത്തിൽ ഇപ്പൊ കുറവാണ്. കൂടുതലും നമുക്കൊരു ഇന്റിമേറ്റ് സെറ്റിംഗ്സിലുള്ള സിനിമയാണ് മലയാളത്തിൽ വരാം. ഒരു മൂവി ഇറങ്ങിയിട്ട് അതെ, ഒരു ഭയങ്കര ലാർജ് ക്യാൻവാസിൽ സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ ഡീൽ ചെയ്ത് അത് ഓർഡിനറി ആൾക്കാരുടെ ലൈഫിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതിലൂടെയാണ് കഥ പോകുന്നത്. അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് അപ്രോച്ച് ആണല്ലോ. ഒരു ഭയങ്കര ഒരു ലാർജ് സ്കെയിൽ വിഷനും ഉണ്ട്, പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റിയും പറയുന്ന കഥ. അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ഈ കഥ കേൾക്കുമ്പോഴേ സ്ക്രിപ്റ്റ് റൈറ്റർ ആണല്ലോ, അപ്പൊ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കണ്ണിൽ കൂടെയാണ് നമ്മൾ ഈ കഥ കേൾക്കുന്നതും, അല്ലെങ്കിൽ ഒരു പ്രേക്ഷക അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള രീതിയിലാണ്. അത് ഒരിക്കലും നമുക്ക് മാറ്റി വെക്കാം, രണ്ടും സെപ്പറേറ്റ് ആവും തോന്നില്ല. കാരണം എല്ലാവരും അവരുടെ എക്സ്പീരിയൻസസ് വെച്ചിട്ടാണല്ലോ ഒരു കഥയെ ജഡ്ജ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്ക് ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററും ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ ലൈക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് അവർ ദി ഗേവ് ദ സ്പേസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇത് ഈ കഥയിൽ ഈ ഒരു മൊമെന്റിൽ വരുന്നതിന് മുമ്പ് ഈ ക്യാരക്ടർ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തിരുന്നത്, അത് ഈ സീനിൽ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ആവുന്നത്, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അത് ഉത്തരം പറയാനും അത് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി തന്നു. അപ്പോൾ ദാറ്റ്സ് ഓൾവേസ് നൈസ് ഫോർ എൻ ആക്ടർ. ഫ്രം എൻ ആക്ടിങ് പോയിന്റ് ഓഫ് വ്യൂ ഐ തിങ്ക് ക്യാരക്ടേഴ്സ് കഥയിലുള്ള എക്സ്പീരിയൻസസ് മാത്രമല്ലാതെ അതിന് മുമ്പ് നടന്നതും അറിയുമ്പോൾ നമുക്ക് ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. ഓക്കെ, ഫൈറ്റ് സീക്വൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഇടിയായിരുന്നു. അല്ല, ഈ സിനിമയിൽ ചേട്ടൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആക്ഷൻ ഒരു മേജർ എലമെന്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് പിന്നെ കുറച്ച് റോ ആയിട്ടുള്ളൊരു ക്യാരക്ടേഴ്സ് ആണ് ഇതിലെല്ലാവരും. ഇപ്പൊ സ്റ്റൈലൈസ്ഡ് ഫൈറ്റ് എന്നുള്ളതിനുപരി കുറച്ചും കൂടെ റോ ഫൈറ്റും അങ്ങനത്തെ സീക്വൻസുകളാണ് ഇതിൽ മൊത്തം പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇതൊരു പീരീഡ് സിനിമയാണ്, ഒരു 89 തൊട്ട് പറയുന്ന ഒരു കഥയാണ്. അപ്പോൾ ആ ഒരു സെറ്റിങ്സിലാണ് ട്രിവാൻഡ്രത്താണ് ഈ സിനിമ നടക്കുന്നത്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിനെ പറ്റിയും ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. മുരളീചേട്ടനെ സംബന്ധിച്ചിടത്തോളം ട്രിവാൻഡ്രത്തുള്ള ഒരാളായതുകൊണ്ട് കുറച്ച് ചേട്ടൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള സ്പേസിലൊക്കെയാണ് ഈ കഥ നടക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റി. അപ്പൊ എന്റെ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ട്രിവാൻഡ്രത്ത് വന്നിട്ടുള്ള ഒരാളാണ്, വളരെ ചെറുപ്പത്തിൽ തന്നെ വന്ന് താമസിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഭയങ്കരമായിട്ട് ആ സ്ലാങ്ങിലേക്ക് പോകണ്ട, പക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് ഓവർ എ പീരീഡ് താമസിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്ലാങ് ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്താൽ മതി, അല്ലാതെ ടിപ്പിക്കൽ ട്രിവാൻഡ്രത്തിലേക്ക് പോകണ്ട. അപ്പൊ അങ്ങനെ ഭയങ്കര ഡീറ്റെയിലും ക്ലാരിറ്റിയും ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഇതിലും ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട്, അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ഇതായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ എനിക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഒരു ഇപ്പൊ എന്റെ കോസ്റ്റ്യൂംസ് കണ്ടാൽ അറിയാം, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗെറ്റപ്പിലാണ് ഈ സിനിമയിൽ വന്നത്. അതെ. അപ്പോ ഫോർ മീ ഓൾ ടുഗെദർ ഈവൻ ആക്ഷൻ ആണെങ്കിലും ആ ഒരു ഗെറ്റപ്പ് ആണെങ്കിലും ആ ഒരു സ്പേസ് ആണെങ്കിലും എല്ലാം വളരെ ന്യൂ ആയിരുന്നു. ഓക്കെ, നമുക്ക് ഫൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾക്കും ഉണ്ടായിരുന്നു? ഇല്ല, അല്ല ആഗ്രഹിച്ചായിരുന്നു ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്യണം എന്ന്? ഇതില് ടഫായിരിക്കും നമുക്ക് എന്തായാലും അറിയാം, അതുകൊണ്ട് വേണ്ടാന്ന് തന്നെ വിചാരിച്ചു. ഇല്ല, ഇത് ഞാൻ കുറച്ചുകൂടി മേജർ ആയിട്ട് ഇവരുടെ ഒരു ഗ്യാങ്ങും ഇവരുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പും അവരുടെ ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഇതിൽ പറഞ്ഞു പോകുന്നത്. പറഞ്ഞ പോലെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമയാണ്, ഇത്രയധികം ക്യാരക്ടേഴ്സ് ഉണ്ട്, അപ്പൊ അവർക്ക് എല്ലാവർക്കും ഫൈറ്റ് ചെയ്യണല്ലോ. ഞാൻ മാറി നിൽക്കാൻ സാക്രിഫൈസ് ചെയ്യാന്ന് വിചാരിച്ചു. കൂടുതൽ കോമ്പിനേഷൻ സീൻ ആരുമായിട്ടായിരുന്നു? നിങ്ങളാണ്. ഓക്കെ, ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഇല്ല, ഞാനിതിന് തൊട്ട് നമ്മൾ അനന്തങ്ങാട് ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ് ഐസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ദേവ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെയാണ് അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രോപ്പർ ഒരു സിവിൽ സർവീസ് ഓഫീസർ എന്നൊക്കെയുള്ള പോലത്തെ ഒരു ലുക്കിലായിരുന്നു അതുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ സെറ്റിൽ പോയിട്ട് എനിക്ക് അടുത്ത ദിവസം കണ്ടപ്പോൾ മനസ്സിലായി, നമ്മളിങ്ങനെ നോക്കി കുറച്ച് ഞാൻ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം അതിന്ന് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ കോമ്പിനേഷൻസ് ഇവരൊക്കെ ആയിട്ടായിരുന്നു, ഇന്ദ്രൻ ചേട്ടനൊക്കെ ആയിട്ടായിരുന്നു. അത് ഓക്കെ, ഈ ഒരു ഔട്ട്ലുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി നേരത്തെ പോയി സെറ്റിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു? കാരണം മേക്കപ്പ് ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കണമല്ലോ. ഇല്ല, ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലുക്ക് അല്ല, കുറച്ചൊരു ഷോർട്ട് ഹെയർ ഒക്കെ ആയിരുന്നു. അതിപ്പോ കൃഷ്ണകുമാരേട്ടന് അങ്ങനെ ഒരു കറക്റ്റ് ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യേണ്ടതെന്ന്. പിന്നെ മുരളിച്ചേട്ടൻ എൻ്റെ അടുത്ത് ഇന്നലെ ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു, ഫസ്റ്റ് ഡേ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ദേവിനെ ആ ക്യാരക്ടറിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. കാരണം ഞാനും അങ്ങനെ എന്നെ പ്രസന്റ് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ അത് ഓഫ് കോഴ്സ് ഒരു ഡയറക്ടറുടെ സ്ട്രോങ് കൺവിക്ഷൻ ആണ് അങ്ങനെ മാറുന്നത്.
ഞാൻ അതിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ആ മൊമെന്റ് ഡയറക്ടർ അങ്ങനെ വിശ്വസിക്കുന്ന മൊമെന്റ് മുതൽ അത് സംഭവിക്കുകയാണ്. പിന്നെ അപ്പോ ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞപ്പോ ഒരു സ്റ്റില്ലെടുത്ത് തന്നെ നെക്സ്റ്റ് ഡേ കാണിച്ചു തന്നു, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ക്യാരക്ടർ, ഇത് തന്നെ അങ്ങോട്ട് പിടിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കൊണ്ട് പോകുന്നുണ്ട്. ആര്യ ഉണ്ടെന്നുള്ള വലിയൊരു ഹൈലൈറ്റ് ആണ്. ആര്യയുടെ കൂടെ കോമ്പിനേഷൻ വരുന്നുണ്ടോ? ഞങ്ങൾക്കില്ല, അവിടെ ചോദിച്ചോ. കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഇറ്റ്സ് വെരി ഫൺ ടു വർക്ക് വിത്ത്. ആക്ച്വലി ഞങ്ങളൊരു വലിയ സീക്വൻസിലാണ് ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യുന്നത്. കുറച്ച് ക്രൗഡ് അധികം ഉള്ളൊരു സീക്വൻസിലായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ്. ആര്യായിട്ട് കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു തുടക്കത്തില്? ഉണ്ട്. ഈ ക്യാരക്ടർ ലീഡ് ചെയ്യുന്നത് ആര്യാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നരേഷനിൽ തന്നെ. പക്ഷെ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഒരു വലിയൊരു ക്രൗഡ് സീക്വൻസിലായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ. പിന്നെ ഹീസ് എ മലയാളി, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് സംസാരിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ സാറിന് മുമ്പത്തെ സിനിമകളെ പറ്റിയൊക്കെ കുറെ നേരം സംസാരിച്ചു. പിന്നെ ലോങ് സീക്വൻസുകളായിരുന്നു എല്ലാം. അപ്പൊ കുറെ സമയം വെറുതെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ സാറ് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സിനിമ അല്ല ഇനി വരുന്നതേ ഉള്ളൂ. അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ ഈ ഇന്റർവ്യൂവിന് വരുന്നതാണോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് സെറ്റിൽ പോകുന്നതാണോ കുറച്ചുകൂടി ടെൻഷൻ കുറവ്? ഇതിനാ രാവിലെ എഴുന്നേറ്റ് സെറ്റിൽ പോകുന്നത്? അല്ല, ഞാൻ അതിലേക്ക് നേരെ തിരിച്ചല്ലേ. കാരണം നിങ്ങൾക്ക് നമ്മൾ ചോദിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോരെ? അല്ല, അത് ഞങ്ങളുടെ ജോലിയല്ലേ, അപ്പൊ നമുക്ക് ശീലമുള്ള ഒരു കാര്യമാണ്, ഭയങ്കര യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അത് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇന്റർവ്യൂവിന് വരാന്ന് പറയുന്നത് നമുക്കൊരു ജോലിയാവും. ഞങ്ങൾക്കത് ജോലിയായിട്ട് ചെയ്യുമ്പോൾ ഇത് ഞങ്ങൾക്ക് അതിന്റെ പാർട്ട് ഓഫ് ജോലിയായിട്ട് ഇപ്പൊ പുറത്തെവിടെയെങ്കിലും പോവുക, ഒരു ഇന്റേൺഷിപ്പിന് പോവാന്നൊക്കെ പറയുന്ന പോലെയാണ് ഇത്. അതിന്റെ കൂടെ വരുന്ന ഒരു പാക്കേജാണ്. അപ്പൊ ഇത് കുറച്ചുകൂടി ടെൻഷനുള്ള കാര്യമാണ്. കൂടുതൽ കോമ്പിനേഷൻ സീൻ ആരുമായിട്ടായിരുന്നു? എൻ്റെ കൂടുതൽ കോമ്പിനേഷൻ സീൻസും ആര്യ സർ, സുനിൽ സാറിൻ്റെ കൂടെയാണ്. പിന്നെ മുരളിച്ചേട്ടൻ്റെ കൂടെയും സീൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ബ്രദറായിട്ട് ഒരു ക്യാരക്ടറുണ്ട്, പൊടിയൻ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. അത് ചൈൽഡ് ആർട്ടിസ്റ്റ് സൂര്യകിരണാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഹീസ് ഓൾസോ വെരി ഗുഡ് പെർഫോമർ. അപ്പോൾ പൊടിയൻ്റെ കൂടെയുള്ള സീൻസും ഇൻട്രാക്ഷൻസും ഭയങ്കര നല്ലതായിട്ട് അടിപൊളിയായിട്ട് പോകുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് അടി ഇടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നല്ല കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഇഞ്ചുറീസ് എപ്പോഴും കിട്ടും അത്. അല്ല, പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷെ നമ്മളത് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. ഇടിയോ? പിന്നെ റിയൽ ലൈഫിൽ ഇടിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ ഇവിടെ എൻജോയ് ചെയ്യാം. ഓക്കെ. അല്ല, അപ്പൊ നമുക്ക് നമ്മുടെ ബോഡി ഒരു ടൂളാണല്ലോ. അപ്പൊ അടുത്ത ദിവസം എഴുന്നേറ്റ് പോണ ആ ഒരു ടെൻഷനൊക്കെ വരും ആ സീക്വൻസ് വരുന്ന സമയത്ത്? ഇല്ല, പൊതുവേ ഒന്ന് ഇപ്പോ അതിന് ആര്യ സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഒരു ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, നന്നായിട്ട് വാം ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റഡിക്ക് ഒരു കിക്കൊക്കെ ആണെങ്കിൽ ആദ്യമേ തന്നെ അതിന്റെ എക്സ്ട്രീമിൽ ട്രൈ ചെയ്യാതെ ഒരു മിഡിൽ ട്രൈ ചെയ്ത് ഓക്കെ ആണോ എന്നൊക്കെ നോക്കി. അപ്പോൾ അത് ഞങ്ങൾ കുറെ അങ്ങനെ സംസാരിക്കാൻ പറ്റി. സാർ ഓൾറെഡി അതിന്റെ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ അടുത്ത് പറഞ്ഞാൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ അവിടെയാണ് ഇഞ്ചുറി കുറയ്ക്കാൻ പറ്റുക. അടി കൊള്ളുക എന്നുള്ളത് വെച്ചാൽ പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷെ ഇഞ്ചുറി കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ അതൊരു വലിയ ലെസൺ ആയിരുന്നു ആക്ച്വലി ഈ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഈ സൂഫിയും സുജാതയും ഇറങ്ങിയപ്പോ ആ ഒരു ഇമേജ് ഉണ്ടായിരുന്നല്ലോ, അത് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. അതെങ്ങനെ എന്നേക്കാൾ ഉപരി അങ്ങനെ ഇപ്പൊ കൃഷ്ണകുമാരേട്ടൻ ഇതിൽ തന്നെ ചൂസ് ചെയ്തപ്പോഴാണല്ലോ അത് ബ്രേക്ക് ആവുന്നത്. ഞാൻ എന്നും രാവിലെ അത് ബ്രേക്ക് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ അത് അങ്ങനെ ആവില്ല. അല്ല, നമ്മുടെ മൈൻഡിലുണ്ടോ? കാരണം അങ്ങനെ എല്ലാവരും അത് അത്രയും അക്സെപ്റ്റ് ചെയ്ത ഒരു ക്യാരക്ടർ. അതെ അതെ അതെ. അപ്പൊ അത് ബ്രേക്ക് ചെയ്യാൻ എന്ത് ചെയ്യാം? അത് ബ്രേക്ക് ചെയ്യപ്പെടുന്നത് വേറെ ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ്. അത് പേർപ്പസ്ഫുള്ളി മറ്റ് ഡയറക്ടേഴ്സ് നമ്മളെ അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോഴാണ് ആളുകൾക്ക് അത് കിട്ടുന്നത്. ഇപ്പൊ ഈ ഒരു സിനിമ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ കാണാം എന്നുള്ള രീതിയിൽ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഞാൻ എത്ര പേർപ്പസ്ഫുള്ളി വിചാരിച്ചാലും എനിക്കറിയില്ല അങ്ങനെ പറ്റുമെന്ന്. അത് സിനിമയിലൂടെയാണ് അത് ആളുകളിലേക്ക് ഇനിയും കണക്ട് ചെയ്യപ്പെടേണ്ടത്. എനിക്ക് തോന്നുന്നു അനന്തൻകാട് അങ്ങനെ ഒരു സിനിമയായിരിക്കും. ഇതിനകത്ത് കാട് അനന്തൻകാടാണല്ലോ, കാട് ലൊക്കേഷൻ ആയിട്ട് വരുന്നുണ്ട്. ഉണ്ട്. അതിനകത്ത് കുറെ കമന്റ്സ് അങ്ങനെ കാട് ലൊക്കേഷൻ ആണോ എന്ന് ചോദിക്കുന്നത്. അത് ഡീറ്റെയിലിംഗ് സിനിമ കാണുമ്പോഴായിരിക്കും അതിന്റെ ഒരു ടോട്ടാലിറ്റി മനസ്സിലാവും, എന്താണ് നമ്മൾ ഈ അനന്തൻകാട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ടു ഏർലി ടു സേ. ഇങ്ങനെ ഒരു പേര് കേട്ടപ്പോ നിങ്ങളും ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നെയിം? അല്ല, നല്ല നല്ല ടൈറ്റിലാണല്ലോ. എനിക്ക് ടൈറ്റിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കത് എന്താണെന്ന് അറിയാം, ഇപ്പൊ പറയാൻ പറ്റില്ലാത്തതുകൊണ്ട്. ഞാൻ ചോദിച്ചത് നരേഷന്റെ സമയത്ത് ചോദിച്ചായിരുന്നു. അത് പറഞ്ഞ കഥയുമായിട്ട് ബന്ധമുണ്ട് ടൈറ്റിലിന്. സോ ഇറ്റ്സ് അത് നമുക്കറിയാലോ. അപ്പൊ അത് അറിയാവുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ചോദിക്കേണ്ടി വന്നില്ല, ആവശ്യം വന്നില്ല. ഓക്കെ, നമ്മൾ ട്രെയിലർ അല്ല ടീച്ചറിന് ഒരു ഇച്ചിരി കണ്ടതുകൊണ്ടാണ് നമുക്കത് കണക്ട് ആവാത്തതെന്നാണ് പറയുന്നത്. ഇതൊരു ആക്ച്വലി ട്രിവാൻഡ്രം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന ഒരു സിനിമയാണ്. ട്രിവാൻഡ്രത്ത് നടക്കുന്ന സ്ലാങ്ങിൽ മിണ്ടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അത്രയും എവിഡന്റ് ആയിട്ടുള്ള ഒരു ട്രിവാൻഡ്രം സ്ലാങ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളല്ല, ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ട് നടക്കുന്ന ഇത്തിരി പീരിയഡ് ഒരു ഫിലിമാണ് അത്.
ആ നമുക്ക് നോർമലായിട്ട് തന്നെ സംസാരിച്ചാൽ മതി, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പോയി. ഓക്കെ, പെണ്ണ് കേസ് ഇറങ്ങിയതിന് ശേഷം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ലൈഫിൽ വന്നത്? പ്രത്യേകിച്ച് ഒരു വ്യത്യാസമാണ്. ഉണ്ടായിട്ടില്ല. ഓക്കെ, എല്ലാ സിനിമ ഇറങ്ങണ പലരും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് നിഖില ഇത് ചൂസ് ചെയ്തു എന്നുള്ളത്. രസമുണ്ടായിരുന്നു കേട്ടപ്പം. പിന്നെ അല്ല, നമുക്ക് കാണുമ്പോഴത്തേക്കും ഓക്കെ അതിനകത്ത് ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ ഗ്രേ ഷെയ്ഡ് കഥാപാത്രങ്ങൾ വരുന്ന സമയത്ത് അത് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. പൊതുവെ ഗ്രേ ഷെയ്ഡ് ക്യാരക്ടേഴ്സ് വരുന്നത് കുറവാണ്. നമുക്ക് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പല പെർഫോമൻസ് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് ചൂസ് ചെയ്ത് എനിക്കതിൽ അത് കുറേം കൂടി ഹ്യൂമർ ഉണ്ട്, പറയുന്നത് പോലെ ഒരു സസ്പെൻസ് പാർട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഓക്കെ, എഴുത്ത് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം, എഴുത്തോ ഡയറക്ഷനോ അങ്ങനെ എന്തെങ്കിലും? പെണ്ണ് തൊട്ടിട്ട് അങ്ങനെ എഴുതാറില്ല. ഇല്ല. അല്ല, നിങ്ങൾ തമ്മിലൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എഴുത്തിന്റെ ഇല്ല, കാര്യം? നമുക്ക് നമ്മുടെ പറഞ്ഞ പോലെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും നറേഷൻസ് കേൾക്കുക, വായിക്കുക ഒക്കെ ഉണ്ട്. എഴുതുന്നത് ഭയങ്കര കുറവാണ്. ഇപ്പൊ ഒട്ടും എഴുതാറില്ല. അല്ല, അങ്ങനെ ഒരു തോട്ടം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഒരു സിനിമയൊക്കെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ? അങ്ങനെ ആലോചിക്കാറുണ്ട്. ചിലപ്പോ നമ്മൾ ചില ദിവസം കഥയൊക്കെ കേട്ട് കഴിയുമ്പോ ഒക്കെ ഞാൻ എഴുതിക്കോളാം അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. ചിലപ്പോ ഒക്കെ അങ്ങനെ തോന്നും. പക്ഷെ പറഞ്ഞാല് എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ വിചാരിക്കുന്ന ഒരു ക്യാരക്ടറിന് മാത്രമൊന്നും അല്ലല്ലോ നമ്മൾ എഴുതുന്നത്. ഇപ്പൊ നമ്മൾ വെറുതെ ഇരുന്ന് എഴുതുന്ന പോലെ, ഇപ്പൊ നമ്മുടെ ജേണൽ എഴുതുന്ന പോലെ ഒന്നും അല്ല. പല ക്യാരക്ടേഴ്സും ഉണ്ടാവണം, അവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും എന്നറിയണം, അവരുടെ ഇമോഷൻസിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യണം. നമുക്കൊരു ഒരു തോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് തരാൻ എനിക്കൊന്നും ഒരുപാട് ഇതുപോലെ ഫ്രണ്ട്സ് റൈറ്റേഴ്സ് ആയിരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഡിസ്കഷൻസും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവാറുണ്ട്. ചിലപ്പോൾ ഒരു കഥയിൽ ഇന്നതാണ് വേണ്ടതെന്ന് നമുക്കറിയായിരിക്കും. അങ്ങനത്തെ ഇൻപുട്സ് ഒക്കെ കൊടുക്കാൻ പറ്റാറുണ്ട്. അല്ലാതെ ഇപ്പോൾ മൊത്തത്തിലൊരു സ്ക്രിപ്റ്റ് എഴുതുന്നു എന്ന് പറയുന്ന പോലെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, ലോകയുടെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും പറയാറായിട്ടില്ല. ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ അറിയിക്കാം. അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അല്ല, അറ്റ്ലീസ്റ്റ് ഈ നെക്സ്റ്റ് ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ? ഒന്നും പറയുന്നില്ല ഞാൻ. മൈ ലിപ്സ് ആർ സീൽഡ്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ലോകയെ പറ്റി? ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലോകയുടെ ഷൂട്ട് നടക്കുക. അപ്പോ ആർക്കും ഒന്നും അങ്ങനെ ഇത് ഇത്രയും വലിയൊരു സംഭവമായിട്ട് വരുമെന്നുള്ളത് അത് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ സംസാരങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഈ എഴുതുന്ന സമയത്തെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. യാത്ര പോകുമ്പോൾ എഴുതുക അങ്ങനെയൊക്കെയാണ്. ശാന്തിയുടെ ഒരു രീതി എങ്ങനെ? ഇതുവരെ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കൊളാബറേറ്റീവ് സ്പേസിലാണ്. ഡൊമിനിക്കിന്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ എഴുതുക എന്നുള്ളത് ഐ ഡൺ ഇറ്റ് ഫ്രം വെൻ ഐ വാസ് എ ചൈൽഡ്. പക്ഷെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു ഇതിലേക്ക് തന്നെ എഴുതുന്നത് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അധികം. മേ ബി ഒരു അസൈൻമെന്റിന്റെ ഭാഗമായിട്ടോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് ഒരു ഫിലിം സ്ക്രിപ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് എപ്പോഴും ഡൊമിനിക്കിന്റെ കൂടെ. അപ്പോൾ ഹീ ഈസ് ഡെഫിനറ്റ്ലി മച്ച് മോർ എക്സ്പീരിയൻസ്ഡ് റൈറ്റർ ദാൻ മീ. അപ്പോൾ ഐ ലുക്ക് അപ്പ് ടു ഹിം. ആൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കിൽ സെറ്റ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വെനെവർ ഐ വർക്ക് വിത്ത് ഐ ഫീൽ ലൈക്ക് ഐ ലേൺ എ ലോട്ട് മോർ അബൌട്ട് ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ഒരു താളം, അതെങ്ങനെയാണ് അത് ഫോളോ ചെയ്യേണ്ടത്, അതിൻ്റെ ഇവൻറ്റ്സും അതിൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജിനെ പറ്റിയൊക്കെ ലൈക്ക് ഐ ലേൺ എ ലോട്ട് ഫ്രം ഹിം. എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ ക്യാരക്ടറൈസേഷൻ, മേ ബി ഓൾസോ ബിക്കോസ് ഫ്രം എൻ ആക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. അത് ഞാൻ കുറേ നാൾ ആലോചിച്ചിട്ടുള്ള കാര്യമായത് കാരണം ഒരു ക്യാരക്ടറിന്റെ ഗ്രാഫ് അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ ഒരു പ്ലോട്ട് സ്ട്രക്ചർ അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് ഇച്ചിരി കൂടെ വഴങ്ങുന്നത്. ഇപ്പോൾ ഡയലോഗ് റൈറ്റിംഗ് എല്ലാം ശരിക്കും ഡൊമിനിക്കിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ബിക്കോസ് ഹീസ് ഭയങ്കര ഒരു നാച്ചുറൽ നാക്കുണ്ട് മലയാളത്തിന്റെ ഒരു ഹ്യൂമറിന്റെ എസ്പെഷ്യലി. അപ്പോൾ ഇതാണ് ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയായിരിക്കും. പക്ഷെ അത് ഒരു സാധാരണ ആൾക്കാർ സംസാരിക്കുന്ന പോലെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ശരിക്കും ഗ്രിപ്പ് ഉള്ളത് ഡൊമിനിക്കിനാണ്. അപ്പോൾ എഴുത്ത് എപ്പോഴും എനിക്ക് സിനിമയിൽ വന്ന പിന്നെ ഇറ്റ്സ് ബീൻ എ കൊളാബറേറ്റീവ് എക്സ്പീരിയൻസ് ആൻഡ് വൺ വെയർ ഐ ഫീൽ ലൈക്ക് ഐ എം ലേണിംഗ് സംതിങ് ന്യൂ എവറി ഡേ. ഓക്കെ, ഈ കഥാപാത്രം കേട്ട സമയത്തെ പുതിയ വല്ല തയ്യാറെടുപ്പുകൾ ഇതിനു വേണ്ടി ചെയ്യണം തോന്നിയായിരുന്നു? ഇല്ല, മുരളിച്ചേട്ടൻ ഈ കഥാപാത്രത്തിന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു എനിക്ക് ഫ്രം ദ സ്ക്രാച്ച്. ചെറുപ്പം മുതൽ എങ്ങനെയാണ് ഈ കഥാപാത്രത്തിന്റെ ഒരു ജേർണി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ലുക്ക് ആൻഡ് ഫീൽ അത് കൃഷ്ണകുമാരൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നമ്മൾ എങ്ങനെയായിരിക്കും ഈ ക്യാരക്ടർ പ്രസന്റ് ചെയ്യുക. പിന്നെ അഗെയിൻ നമ്മൾ ഒന്ന് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ക്യാരക്ടർ, ഇപ്പോഴത്തെ ഒരു മൂഡ് അങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഇനീഷ്യലി 2-3 days നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഡയറക്ടർ ഉദ്ദേശിക്കുന്നതിലേക്ക് നമ്മൾ ഓൺ ട്രാക്ക് ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് പൊതുവെ. പക്ഷെ
ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ എന്തോ അത് ക്രാക്കായി, പിന്നെ അതങ്ങ് ഫോളോ ചെയ്ത് പോയിന്നേ ഉള്ളൂ. അപ്പൊ ഭയങ്കര പ്രിപ്പറേഷൻ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ അങ്ങനെ തയ്യാറെടുത്ത് പോകുന്ന ഒരാളല്ല, അങ്ങനെ പ്രിപ്പയർ ചെയ്ത്. എനിക്കറിയില്ല അങ്ങനെ ഒരു പരിപാടി ഉണ്ടോന്ന്, ഞാനത് ചെയ്തിട്ടില്ല. അല്ല, ചില ആർട്ടിസ്റ്റിൽ പറയാറുണ്ടല്ലോ ക്യാരക്ടർ എന്താന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഒക്കെ നോക്കി അവരൊന്ന് പ്രിപ്പയർ ആയിട്ടാ പോകുന്നത്. ക്യാരക്ടറിനെ പറ്റി മനസ്സിലാക്കും. അത് ഡിപ്പെൻസ് ഓൺ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും കൂടെ ഇത് ചെയ്തിരിക്കും. അവർക്കിപ്പോൾ നമ്മൾ പ്രിപ്പയർ ആയിട്ടാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അവർ പറയുമല്ലോ നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ലോകയ്ക്കാണെങ്കിൽ ഫൈറ്റ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. സോ അതിന് അവർ പ്രിപ്പയർ ആവണമല്ലോ. അപ്പം നമ്മൾ ജസ്റ്റ് ചെന്നോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ല എന്നുള്ളതുകൊണ്ട്. സോ അങ്ങനത്തെ പ്രിപ്പറേഷൻസ് വേണം എന്നുള്ള ഡയറക്ടേഴ്സും റൈറ്റേഴ്സും അത് പറയും. അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ. എനിക്ക് ഡയലോഗ്സ് ഭയങ്കര ക്ലാരിറ്റി വേണമെന്ന് ഉണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോ സ്ക്രിപ്റ്റിലുള്ളതുപോലെ തന്നെ പറയണം. അത് ആ ഒരു പാറ്റേൺ, ഒരു റിതം ഫോളോ ചെയ്യണമെന്ന് മുരളീചേട്ടൻ ഭയങ്കര ക്ലിയർ ആയിരുന്നു. പൊതുവെ നമുക്കൊരു കോണ്ടന്റ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, അതിന്റെ മീനിങ് കൺവേ ചെയ്യാന്നുള്ളതാണ് പൊതുവെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ. പക്ഷെ ചേട്ടൻ അതിൽ അങ്ങനെയല്ല. ചേട്ടൻ്റെ റൈറ്റിംഗിലെ തന്നെ അതിനൊരു റിതം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ വേർഡ്സിന്റെ പൊസിഷനിങ് ഭയങ്കര ക്ലിയർ ആയിരിക്കണം എന്ന് പറയുക. നമ്മൾ ഇത് ഇപ്പുറത്തെടുത്ത് വെച്ചാലും മീനിങ് ചിലപ്പോൾ സെയിം ആയിരിക്കാം. അങ്ങനെയല്ല, ഇതിങ്ങനെ പറയുമ്പോഴേ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു റിതം ആ ഒരു ഇതിന് വരുള്ളൂ. അങ്ങനെ ഒരു കാര്യം ഈ സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ നമ്മള് ആ ഡയലോഗ്സ് മാക്സിമം അതേ പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണോ അങ്ങനെ പറയുന്ന സമയത്ത്? നമ്മൾ പഠിച്ച് നമ്മുടെ ഒരു സ്ലാങ്ങിൽ പറയാൻ കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട്? അല്ല, നമ്മുടെ സ്ലാങ് പറ്റില്ലായിരുന്നു. കാരണം ഇതൊരു ട്രാൻഡ് നടക്കുന്നതായതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുള്ളായിട്ട് ഫോളോ ചെയ്യേണ്ട, ബട്ട് സ്റ്റിൽ അതിന്റെ ഒരു ചെറിയൊരു എലമെന്റ് അതിൽ വേണമായിരുന്നു. ചില കാര്യങ്ങൾ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ അപ്പോൾ ചേട്ടൻ അത് കറക്റ്റ് ചെയ്ത് വരുമായിരുന്നു. അപ്പൊ തന്നെ അങ്ങനെയല്ല, ഇങ്ങനെയാണ് നമ്മൾ വിളിക്കുക, ചില അങ്ങനെ അതിലാണല്ലോ കുറച്ചും കൂടെ അത് എവിഡന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. പക്ഷെ ഈ ഡയലോഗ്സിൽ ചേട്ടൻ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത് എന്നുള്ള കാര്യം. കുറച്ചൊരു ഗ്രേ ഷെയ്ഡ് ആണോ പറയാൻ പറ്റൂ? കുറച്ചൊരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന കഥാപാത്രം ആണോ? അത് ഞാൻ പറയുന്നില്ല, അതും വേണമെങ്കിൽ ഉണ്ടാവാം. അല്ല, നമുക്ക് ഈ ലുക്ക് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോഴല്ലേ ഇങ്ങനെ ഈ പോസ്റ്റർ ഒക്കെ കാണുന്നത്? നേരത്തെ കണ്ടായിരുന്നോ? അല്ല, ഇവിടെ വന്നപ്പോ അല്ല, ഇത്രയും വലിയ ഇതായിട്ട് ഞാൻ ഫോണിലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഈ പോസ്റ്റർ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്, രണ്ടാമത്തെ സെക്കൻഡ് വൺ. അതിനകത്ത് ആകെ അല്ല, ഇത് കാണുമ്പോ ഒരു വന്യത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നതിന്റെ പേര് അങ്ങനെ ആയതുകൊണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ വന്നത്. ഐ തിങ്ക് അതിൽ ടൈറ്റിലുണ്ട് ടു ദ ജംഗിൾസ് വിത്തിൻ എന്നുള്ളത്. ഐ തിങ്ക് അങ്ങനെ ഒരു റോ ആയിട്ടുള്ള ഒരു ഫിലിമാണ്. ക്യാരക്ടേഴ്സിനെല്ലാം ഒരു ആസ്പെക്ട് ഓഫ് വൈൽഡ്നെസ് ഉണ്ട്. ഏത് ഇമോഷൻ ആണെങ്കിലും അവരത് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിലും സപ്രസ് ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും അത് ശരിക്കും ഭയങ്കര പവർഫുൾ ആൻഡ് റോ ആയിട്ടാണ് അത് പ്രസന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് ആ ടൈറ്റിൽ കോർ ക്യാരക്ടേഴ്സ് നിൽക്കുന്ന സ്പേസ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അതിന് ആ ഒരു സ്വഭാവം വരുന്നത്. ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് അല്ല മോസ്റ്റ് ഓഫ് ദ ക്യാരക്ടർ. അതാണ് അങ്ങനത്തെ ഒരു ഫീൽ, ലുക്ക് ആൻഡ് ഫീൽ ഈ സിനിമയ്ക്ക് കിട്ടുന്നത്. ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് വരുമ്പോഴേ നമുക്ക് നമ്മുടെ ഒരു പോർഷൻ ഒരു ഡൗട്ട് ഉണ്ടാവും. അതായത് ഇപ്പൊ എനിക്ക് ചെയ്യാനുള്ളതുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്, അങ്ങനത്തെ ഒരു ഡൗട്ട് എപ്പോഴെങ്കിലും ഒക്കെ വരുമോ? ഇല്ല, ഞാൻ നമ്മളടുത്ത് പറയുമ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടർ ചെറുതാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ മുരളിച്ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും അത് ആ ക്യാരക്ടർ എന്തിൽ കൂടെയാണ് പോകുന്നതെന്നുള്ളതും അതിൻ്റെ എല്ലാ ഇമോഷൻസും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ചെറുതാണെന്നുള്ളതല്ല, നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അത് ഫോളോ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ചില സിനിമകൾക്ക് നമുക്ക് അറിയാം ആ റോൾ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നറിയാം. പക്ഷെ ചില സിനിമകളിൽ നമുക്കറിയാലോ, ഓക്കെ ഈ സിനിമയിൽ ഇന്ന ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ രസം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതൊരു വലിയ സിനിമയുടെ ഭാഗമാവുന്നത് ഒരു കാര്യമാണ് എന്നുള്ളതൊക്കെ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇത്രയും, അതിപ്പോൾ എൻ്റെ ക്യാരക്ടർ ചെറുതാണെങ്കിൽ പോലും അതിനുള്ള ഇത്രയും ഡീറ്റെയിൽ നരേഷൻ, ആ ക്യാരക്ടറിന്റെ പറഞ്ഞ മൈൻഡ് വോയിസ് എന്താണ്, അത് എന്തിലൂടെയാണ് വന്നത്, ചെറുപ്പം മുതൽ എങ്ങനെയുള്ളൊരു അപ്ബ്രിങ്ങിങ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതടക്കം എല്ലാ ഡീറ്റെയിലും എനിക്കറിയാം. അപ്പം അത് നമുക്കൊരു പെർഫോമർ എന്നുള്ള രീതിയിൽ അത് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അത് എത്രത്തോളം ഓഡിയൻസിന് അത് അറിയണം എന്നുള്ളതല്ല, പക്ഷെ നമുക്ക് അത്രയും ഡീറ്റെയിലിംഗ് കിട്ടിയിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ചെറുതാണെങ്കിലും ഇമ്പാക്ട്ഫുൾ ആണെന്ന് അറിയുന്നത് അപ്പൊ നമുക്കത് ചെയ്യാൻ തോന്നുമല്ലോ. ഓക്കെ. അനന്തങ്കാട് ഒരു കരിയർ ബ്രേക്ക് ആവും തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഇറങ്ങിയാന്ന് കരിയർ ബ്രേക്ക് ആണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു വേറെ രീതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതെപ്പോഴും നമ്മളെപ്പോഴും ചെയ്ത ഒരേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയാണ് അനന്തങ്കാട്. പിന്നെ അത് ഓഫ് കോഴ്സ് പുതിയ വേറെ ഡയറക്ടേഴ്സിനും വേറെ മേക്കേഴ്സിനും അങ്ങനെ ചിന്തകളെ മാറ്റാൻ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സൂഫിയിൽ ഇമേജ് ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ, അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് എപ്പോഴും നമുക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി വരുന്ന സിനിമ ഇത് ഒന്നും അല്ലാത്തൊരു ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ വേറെ ലുക്ക് ആൻഡ് ഫീൽ ഒരു സാധനമായിരിക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ആ പോയിന്റ് ഓഫ് വ്യൂല് ഓഫ് കോഴ്സ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. കരിയറിനെ വേറെ രീതിയിൽ ഷേപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് അനന്തങ്ങൾ. ഇപ്പൊ പ്രേക്ഷകൻ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ എന്ത് ഫീലായിരിക്കും അവർ തിയേറ്റർ വിട്ടു പോകുന്നത്? പ്രേക്ഷകൻ ഇപ്പോ നമ്മളൊരു പീരീഡ് സിനിമ ഇപ്പൊ കുറച്ചായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. മാത്രമല്ല ഇപ്പൊ ഈ പറയുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സെറ്റേറിലുള്ള ഒരു സിനിമ കുറച്ച് നാളായിട്ട് നമ്മൾ അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു രസമുള്ള ഒരു ക്യാൻവാസും പല ഡിഫറെന്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരും. അപ്പൊ ഒരു വലിയൊരു സിനിമ അങ്ങനത്തെ ഒരു ക്യാൻവാസിൽ നിൽക്കുന്ന ഒരു കഥ പറയുന്ന ഒരു സിനിമ കണ്ടൊരു ഫീൽ ഇപ്പോഴും നമ്മളങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കുറെ പണ്ട് മുതലേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ആൾക്കാരാണ് മലയാളികൾ. അപ്പോൾ അതിലേക്ക് വെക്കുന്ന ഒരു സിനിമയായിരിക്കും അനന്തങ്കാട്. അപ്കമിങ് പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? എനിക്കിനി ഞങ്ങൾ കുറച്ച് സീരീസുകൾ ചെയ്തിട്ടുണ്ട്. സീരീസുകൾ റിലീസ് ഉണ്ട്. ധൂമകേതു എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, ഒരു തമിഴ് പടം ഉണ്ട്. ഒരു സീരീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞ സീരീസ്. പിന്നെ ഡിസ്കോ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. തമിഴില് ഒരു ഫിലിം റിലീസാവാനുണ്ട്. പിന്നെ ഞാൻ കുറെ ഇൻഡിപെൻഡന്റ് പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഇതുപോലെ നിഖില പറഞ്ഞ പോലെ കഥയുടെ ഭാഗമാവാൻ താല്പര്യം തോന്നിയിട്ട് ഒരു 3 days അല്ലെങ്കിൽ 2 days ഷൂട്ട് അങ്ങനെ പോയി കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഭയങ്കര നല്ല മേക്കേഴ്സിലൂടെ, ഡോൺ പാലത്ര, കമൽ KM. അപ്പോൾ ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറെ സിനിമകൾ ഇറങ്ങാനുണ്ട്. ഉണ്ട്, പക്ഷെ എപ്പോന്നറിയില്ല. ഇതുപോലെ അതിന് എപ്പോഴും എൻ്റെ ഒരു കരിയർ നോക്കിയാൽ കുറേ ഗ്യാപ്പ് ഉണ്ട്. എല്ലാ പടത്തിന്റെ ഇടയിൽ ഒരു 1.5 to 2 years ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് പ്ലാൻഡ് അല്ല, പക്ഷെ ചിലപ്പോ ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരിക്കും റിലീസ് അനൗൺസ്മെന്റ് വരുന്നത്. അപ്പോ ദിസ് ഫിലിം നമ്മളെ മറന്നുപോയി കാണും. കുറെ നാൾ നമ്മൾ ആദ്യമൊക്കെ എപ്പോഴും ADസിന്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കും എപ്പോഴാ റിലീസ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്ഡേറ്റ്സ് ഇല്ലാന്ന് പറയുമ്പോൾ ഓക്കെ വരുമ്പോ വരട്ടെ എന്നുള്ള ഇതിലേക്കാവും. പിന്നെ അപ്പോൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് അനന്തങ്കാട്. കാരണം കുറെ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഇത്രയും ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ മലയാളത്തിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്ക്രീനിലേക്ക് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് കാണാനും ഈ കഥയുടെ എലിമെന്റ്സ് എല്ലാം കൂടെ എങ്ങനെ ജോയിൻ ആവുന്നു എന്ന് കാണാനും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമ്മളെ പോലെ നിങ്ങൾക്ക് എക്സൈറ്റ് ആണ്, കാരണം നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഫുൾ അറിയില്ലല്ലോ അല്ലേ? അപ്പൊ എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്താണ്. എല്ലാവിധ സക്സസ് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.